എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം മേലോരം റോഡിൻ്റെ ഇരുവശങ്ങളിലും ബോയ്സ് എസ്റ്റേറ്റിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേസ്റ്റ് നിക്ഷേപിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വീഡിയോ ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വേസ്റ്റ് ആ കടന്ന സ്ഥലത്തു നിന്ന് മാറ്റി ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തായിരുന്നു നേരത്തെ വേസ്റ്റ് കടന്നിരുന്നത്. അവിടെ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് ഇച്ചിരി എസ്റ്റേറ്റിനകത്തായിട്ട് കയറ്റി റോഡിന് താഴെയൊക്കെ ആയിട്ട് പലയിടത്തായിട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇതിന് ശേഷം പലരും എന്നെ വിളിച്ചും നേരിട്ട് കണ്ടപ്പോഴൊക്കെ നീ എന്തായാലും വീഡിയോ ഇട്ടതുകൊണ്ട് വേസ്റ്റ് എല്ലാം അവിടെ നിന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കിതിനെപ്പറ്റി ഒന്നേ പറയാനുള്ളൂ. ഇവിടെ ഇങ്ങനെ വേസ്റ്റ് കിടക്കുന്നു, അതിനെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കണം, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞു നമ്മൾ 1-2 പേര് ഒന്നും നടക്കാൻ പോകുന്നില്ല, എസ്റ്റേറ്റുകാർക്കൊക്കെ വലിയ പിടിപാടുണ്ട്, അമ്മാരെക്കെതിരെ നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ നിരുത്സാഹപ്പെടുത്താവോ അങ്ങനെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയ ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നവർ. അപ്പോൾ എനിക്കത് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നീ ഒന്നും പ്രതികരിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ബേസിക്കായിട്ട് മിനിമം ഒരു നട്ടെല്ലെങ്കിലും വേണം, ഒന്നാമത്തെ കാര്യം. പിന്നെ എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ തൊട്ട് ആരെ കണ്ടാലും അന്നേരം ഏറ്റു നിന്ന് താണ് വണങ്ങി നമസ്കരിക്കുന്ന നീയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. അതിന് മിനിമം ഒരു ഇച്ചിരി ഗട്സ് വേണം. അങ്ങനെ കുറച്ച് ബേസിക് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ളവർ പ്രതികരിച്ചാലേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇപ്പോൾ മഴ പിന്നെ റോഡിലോട്ടെല്ലാം ഭയങ്കര ചെളിയെല്ലാം വരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ചെളി വന്നപ്പോൾ വീഡിയോ ഇട്ടായിരുന്നുണ്ട്, അതെല്ലാം മാറ്റി. ഇപ്രാവശ്യം ചെളിയെല്ലാം അവിടെ തന്നെ കിടക്കുക, വീഡിയോ ഇടണമെന്നൊക്കെ കുറേ പേരെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ പ്രതികരിക്കുന്ന പരിപാടി ഞാൻ നിർത്തി. പിന്നെ നിനക്കൊക്കെ വേണം, നിങ്ങൾക്ക് പ്രതികരിക്കാമല്ലോ, ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാമല്ലോ, എനിക്ക് മാത്രമല്ലല്ലോ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളത്. പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടും ഞാൻ പ്രതികരിച്ചിട്ടും നാട് ഉണ്ടാകാൻ കാര്യമില്ല. നീയൊക്കെ ജനപ്രതിനിധികളെ പഞ്ചായത്തിൽ തൊട്ട് MLA-മാരെയും എല്ലാവരെയും ജയിപ്പിച്ചു വിട്ടിട്ടില്ലേ? പോയി പ്രതികരിക്കുക, അല്ലെങ്കിൽ അവരോട് പ്രതികരിക്കാൻ പറ. ഈ 3-ാം വാർഡിലെ 4-ാം വാർഡിലേക്ക് മെമ്പർമാരല്ല ഈ വേസ്റ്റിൻ്റെ ഈ ചെളിയുടെയും നെഞ്ചത്തോടല്ല എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പിന്നെ കൊക്കയ പഞ്ചായത്തിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും എല്ലാം 7 വീതം മണ്ണാളെ ഇരുത്തിയിട്ടില്ലേ? അമ്മമാരോടൊക്കെ പോയി പറ, ഇത് നന്നാക്കാനും വേസ്റ്റ് മാറ്റാനും ചെളി മാറ്റാനൊക്കെ പറ. അല്ലാതെ എന്നോടല്ല ഇതിൻ്റെ ഒന്നും കാര്യം പറയേണ്ടത്. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ നാട്ടിലെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് ശേഷം ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ചാനലിൽ മാത്രം വീഡിയോ ഇട്ട് അങ്ങനെ ഇരിക്കുമല്ലായിരുന്നു ഇത്ര നാളും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഒരു മേലോരത്ത് വഴങ്ങാട്ടിലൊക്കെ ആയിട്ടുള്ള ഒരു 100-300-ലധികം ആൾക്കാരെ ചേർത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ നിന്നൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് റോഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു. വാഴൂർ സോമൻ സാർ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി 2 പ്രാവശ്യം അവിടെ പോയി കണ്ടു, നിവേദനം കൊടുത്തു, മറ്റ് പല ജനപ്രതിനിധികളെ കണ്ടു, അതിൻ്റെ പല കാര്യങ്ങളും ചെയ്തു. അങ്ങനെ അവസാനം ഏതായാലും വാഴൂർ സോമൻ സാറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിൽ നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി പീരുമേട് നിയോജകമണ്ഡലത്തിലെ 2 റോഡുകളാണ് അന്ന് ഫണ്ട് അനുവദിച്ചത്. അപ്പം 3.5 കോടി രൂപ മേലോറം റോഡിനും 3.5 കോടി രൂപ മറ്റൊരു റോഡിനും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്താ പറയുന്നത്, നമ്മളതിൻ്റെ കുറേ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തു. ഈ പറഞ്ഞ PWD ഓഫീസിൽ നിന്ന് എഞ്ചിനീയർമാരെല്ലാം അവിടെ കൊണ്ടുവന്ന് അവർ വന്ന് റോഡ് അളക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ചെയ്ത് ഫണ്ടെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഞങ്ങൾ നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടാണ് മേലോറം റോഡിന് ഇപ്പം 3.5 കോടി രൂപ അനുവദിച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അതിന് എന്താ പറയുന്നത്, ആ ഗർഭം താങ്ങാനായിട്ട് 2 പേര് ഉണ്ടായിരുന്നു മേലോരത്ത്. എനിക്കിത് ഒന്നേ പറയാനുള്ളൂ, ഇവർ പരാതിയൊക്കെ കൊടുത്തോ തന്നെയാണ്, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. ഇവർ നവകേരള സദസ്സിൻ്റെ പേടകം മുണ്ടൊക്കെ കണ്ട് പോയപ്പം പീരുമേട്ടിലെങ്ങാണ്ട് പോയി ആർക്കണ്ടോ പരാതിയൊക്കെ കൊടുത്തായിരുന്നു, ഇല്ലാതൊന്നും പറയുന്നില്ല. പക്ഷേ അതിനുശേഷം ആ വഴിക്ക് ഇവർ താരം തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ മേലോരത്ത് രാഷ്ട്രീയ പരമായിട്ടോ മതപരമായിട്ടോ ഒന്നും അല്ലാതെ ജനറലായിട്ട് എല്ലാ ആൾക്കാരെയും ഒന്നിച്ചു കൂട്ടി അതിനകത്തുനിന്ന് ഒരു 8-10ഓളം പേരാണ് കൂടുതൽ ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുകയും അല്ലെങ്കിൽ എല്ലായിടത്തും പോകാനായിട്ട് MLA കാണാനും മറ്റുള്ള ജനപ്രതിനിധികളെ കാണാനും പോകാനൊക്കെ ആയിട്ട് ഈ ആൾക്കാരൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പരാതി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ ഒരു പരിപാടിക്ക് അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടുമില്ല. നമ്മുടെ പള്ളിയിലും മറ്റ് വായനശാലയിലും അല്ല മറ്റ് വ്യക്തികളുടെ വീടുകളിലൊക്കെ നമ്മൾ കമ്മിറ്റി കൂടിയപ്പോഴൊന്നും ഈ പറയുന്ന മഹത് വ്യക്തികളെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ആളുകൾ തന്നെ എന്നോട് പേഴ്സണലായിട്ട് നീ ഇതിൻ്റെ പുറകെ നടന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല, ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടന്ന് ഒത്തിരി കാല് തേഞ്ഞിട്ടുള്ളതാണ്, വേറെ ഒരു കാര്യമില്ല,
നാട്ടുകാരും കൂടത്തിൽ കൂടുന്നില്ല, സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴിവാക്കിക്കോളാനൊക്കെ പറഞ്ഞ് ഇതിനകത്ത് നിന്ന് എങ്ങനെ ചാടാമെന്നുള്ള വഴിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള വ്യക്തികളൊക്കെയാണ് ഈ പറഞ്ഞ പരാതി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാർ. ഇവരതിന് ശേഷം ഇവർ 3.5 കോടി രൂപ അനുവദിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചോദിക്കുകയും വോട്ട് മേടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നല്ലതാണ്. 3.5 കോടി രൂപ നിങ്ങൾ പരാതിയൊക്കെ കൊടുത്ത് അനുവദിപ്പിച്ചു. 3.5 കോടി രൂപ ഇപ്പോഴും അനുവദിച്ച് കിടക്കുന്നുണ്ട്. ആ ഫണ്ട് പോയിട്ടൊന്നുമില്ല. ഒരു 6 മാസത്തോളമായിട്ട് സെക്രട്ടേറിയറ്റിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭരണാനുമതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത പേപ്പർ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു മൂലയിലിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ചുണയുണ്ടെന്നുണ്ടെങ്കിൽ ഈ അനുവദിപ്പിച്ചു എന്നൊക്കെ പറയുന്നില്ല, നവകേരള സദസ്സിൽ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള ആർജവത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന പേപ്പർ ഒന്ന് അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ആ പേപ്പർ എടുപ്പിച്ച്, സെക്രട്ടേറിയറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല, കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ വലിയ വലിയ കോൺടാക്റ്റൊക്കെ ഉള്ള വലിയ വലിയ ആൾക്കാരില്ലേ, വലിയ വലിയ പാർട്ടിയുടെയൊക്കെ ആൾക്കാരില്ലേ, അപ്പം നിങ്ങൾ ആ പേപ്പർ അവിടെ നിന്ന് അനക്കിയിട്ട് ബാക്കി ഫണ്ടും കൂടെ അനുവദിപ്പിച്ച് ആ റോഡിൻ്റെ പണിയൊന്ന് പൂർത്തിയാക്കുക. അന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഡയലോഗ് അടിക്കും, ഞങ്ങളത് ചെയ്തു ഞങ്ങളിത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. അല്ലാണ്ട് വെറുതെ നാക്കെട്ടടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ ജനപ്രതിനിധിയായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് നാടിനൊരു ബേസിക് ഒരു ഉത്തരവാദിത്വമുണ്ട്. റോഡിന് കൊക്കയാർ പഞ്ചായത്തിന് ഫണ്ടില്ല എന്ന് പറയുന്നു. ഈ എന്തിനു വേണ്ടിയിട്ടാണ് കൊക്കയാർ പഞ്ചായത്തിന് ഫണ്ട് വേണ്ടത്? ഈ നിസ്സാരം ഈ ഒരു പ്രൈവറ്റ് വ്യക്തി റോഡിൽ കൊണ്ട് വേസ്റ്റ് ഇട്ടാൽ അത് റിമൂവ് ചെയ്യിക്കാനായിട്ട് കൊക്കയാർ പഞ്ചായത്തിന് ഫണ്ട് വേണം. ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ പറമ്പിൽ നിന്ന് മണ്ണും ചെളി ഒലിച്ചു വന്ന് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കാനായിട്ട് കൊക്കയാർ പഞ്ചായത്തിന് ഫണ്ട് വേണം. ഇതിനൊന്നും ഫണ്ട് വേണ്ട. ഞാൻ നേരത്തെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വലിയപാലം തൊട്ട് മേലോരം വരെയുള്ള ഭാഗത്ത് തോട്ടത്തിൽ നിന്നും വെള്ളം ഒലിച്ചു വന്ന് റോഡ് മൊത്തം കുത്തി ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കൈതക്കാരെ കൊണ്ട് നന്നാക്കിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതൊക്കെ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിന് ഒരു ഫണ്ടും വേണ്ട. ഈ പഞ്ചായത്തിൽ മെമ്പറായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു മിനിമം ഗഡ്സ് ഉണ്ടായാൽ മതി, മിനിമം ഒരു നട്ടലുണ്ടായാൽ അതൊക്കെ ചെയ്യിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലും ചെയ്യിക്കാൻ പറ്റാതെ അപ്പുറത്തും ഇപ്പുറത്തും മാറിയിരുന്ന് കുറ്റം പറയാൻ ഏതവനും പറ്റും. അല്ലാണ്ട് ഒരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പം സപ്പോർട്ട് ചെയ്യണ്ട, മാറിയിരുന്ന് കുറ്റം പറയുക. അവന് വേറെ അജണ്ടയുണ്ട്, അവന് യൂട്യൂബിൽ വീഡിയോ ഇട്ട് കാശുണ്ടാക്കാനാണ്. ഇതൊക്കെയാണ് നാട്ടുകാരുടെ വിഷമങ്ങൾ. അതെ, ഞാൻ അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ട് ഒത്തിരി കാശുണ്ടാക്കുന്നുണ്ട്. നിങ്ങളോട് ഇത് ചെയ്യരുതെന്ന് ആരും പറയുന്നുള്ളൂ. നിങ്ങളും വീഡിയോ ഇട്ട് നിങ്ങൾ കാശുണ്ടാക്കിക്കൊന്നേ. നിങ്ങൾ ഈ മാറിയിരുന്ന് കുറ്റം പറയാണ്ട് നാടിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാറിയിരുന്ന് കുറ്റം പറയണം. അതാണ് മേലോരംകാർക്കൊന്നും എന്താ പറയുന്നത്, അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടിയിട്ടുള്ളൊരു ആൾക്കാരല്ല മേലോരംകാർ. എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളവരാണ്. 10-75 വർഷം മുന്നേ മേലോരത്തിന് സ്കൂളായിട്ടും പള്ളിയായിട്ടും മഠമായിട്ടും ആശുപത്രിയായിട്ടും എല്ലാം പൊട്ടംകുളംകാർ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും പുറകെ കഷ്ടപ്പെട്ട് നടക്കാനോ അല്ലെങ്കിൽ റോഡിന് വേണ്ടി നടക്കാനോ ഒന്നും മേലോരംകാർക്ക് അറിയത്തില്ല. മാറിയിരുന്ന് കുറ്റം പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അതിനുശേഷം മേലോരത്ത് റോഡിൻ്റെ കാര്യത്തിന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പള്ളിയിൽ വന്നിട്ടുള്ള അച്ഛന്മാരാണ്. ഇത് ഇപ്പോൾ ഈ റോഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും കഴിഞ്ഞ വർഷം ഇനിഷ്യേറ്റീവ് എടുത്ത് നടക്കുന്ന സമയത്ത് അച്ഛനെ സമീപിച്ചപ്പം ഇപ്പോഴുള്ള മേലോരത്തെ അച്ഛനെ സമീപിച്ചു അച്ഛൻ പറഞ്ഞത്, നിങ്ങൾ ഇതിന് നേതൃത്വം എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. കാരണം അച്ഛൻ വേറെ ഒന്നും കൊണ്ടല്ല അച്ഛൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ മുന്നിൽ നിൽക്കത്തില്ലെന്ന് അച്ഛൻ ആദ്യമേ തന്നെ പറഞ്ഞു. കാരണം അച്ഛൻ ഇതിന് മുന്നേ ഇരുന്നിട്ടുള്ള അച്ഛന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് അതാണ്. കാരണം അച്ഛൻ ഇതിൻ്റെ റോഡിൻ്റെ പ്രശ്നത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പുറകിൽ ആരും കാണുകയില്ല എന്നുള്ള കാര്യം അച്ഛന് കൃത്യമായിട്ട് അറിയാം. ഇതിന് മുന്നേയും ഇരുന്നിട്ടുള്ള എല്ലാ അച്ഛന്മാരും ഈ റോഡിന് വേണ്ടി ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. എല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങും, അച്ഛനെ പിടിച്ച് മുന്നിൽ നിർത്തും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പിടിച്ച് മുന്നിൽ നിർത്തിയവരാരും പുറകിൽ കാണത്തില്ല. ഏറ്റവും അവസാനം അച്ഛന്മാരുടെ ആവശ്യമായി മാറും ഈ മേലോരത്തിന് റോഡ് ഉണ്ടാക്കുന്നുള്ളൂ. 1 വർഷം അല്ലെ 2 വർഷം അല്ലെ 3 വർഷം മേലോരത്ത് സർവീസ് ചെയ്യാൻ വേണ്ടി വരുന്ന അച്ഛന്മാർക്കാണ് മേലോരംകാർക്ക് റോഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം. അങ്ങനെ അതിപ്പം അച്ഛന്മാരിറങ്ങിയാലും നാട്ടുകാരിറങ്ങിയാലും ആരിറങ്ങിയാലും ഈ മുന്നിൽ ഇറങ്ങുന്നവർ പിന്നെ തന്നെ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അതാണ് മേലോരംകാരുടെ അവസ്ഥ. അതുകൊണ്ട് നല്ലൊരു റോഡോ നല്ല ഒരു ഗതാഗത മാർഗ്ഗങ്ങളോ ഒന്നും മേലോരത്ത് കിടക്കുന്ന ഒരുത്തരും പറഞ്ഞിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ ഇനി പ്രതികരിക്കാനോ അല്ലെങ്കിൽ വീഡിയോ ഇടാനോ ഒന്നിനും പോകുന്നില്ല. നമ്മൾ ഈ ചാനലും പൂട്ടുവാണ്. അപ്പം എന്തായാലും അതിനു മുന്നായിട്ട് ഈ നാടിന് വേണ്ടിയും റോഡിന് വേണ്ടിയും പ്രതികരിച്ചതിൻ്റെ പേരിൽ തിക്താനുഭവങ്ങളല്ലാതെ മറ്റൊന്നും ഇതുവരെ ഈ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് കിട്ടിയിട്ടില്ല. ഈ എന്താ പറയുക, അവസാനം നമ്മുടെ LDFൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്ന സലിംകുമാർ വോട്ട് ചോദിക്കാനായിട്ട് മേലോരത്തൊന്ന് പ്രസംഗിച്ചു. ടാറിന് വില കൂടിയോണ്ടാണ് ടാറിങ് ചെയ്യാത്തത്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ഘോരഘോരം പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇത് ഈ റോഡിൻ്റെ ടെൻഡറായൊന്ന്. അതായിരുന്നു അന്ന് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അപരാധം. അതിൻ്റെ പേരിൽ എന്നെ തല്ലാൻ വരെ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരും നാട്ടുകാരുമായിട്ടുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും നോക്കി നിന്നു.
അതാണ് നാട്ടിലെ നാട്ടുകാരുടെ അവസ്ഥ. അതിനുശേഷം അപ്പുറത്തും ഇപ്പുറത്തും മാറിയിരുന്ന് അവനത് ചോദിക്കാൻ പാടില്ലായിരുന്നു, അവൻ അങ്ങനെ അല്ലായിരുന്നു ചോദിക്കേണ്ടത്, വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് കുറ്റം പറയുന്നതല്ലാണ്ട് വേറെ ഒന്നും നാട്ടുകാർ പറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് ആൾക്കാർ വേറെ സൈഡിൽ കൂടെ അഭിനന്ദിച്ചു. ഈ അഭിനന്ദിക്കുന്ന ആൾക്കാർ ആരും കാണാതെ ഒളിഞ്ഞും മറഞ്ഞൊക്കെ ഇരുന്ന് അഭിനന്ദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർ എന്താ പറയുന്നത്, സുഖിപ്പിക്കൽ വർത്തമാനം പറയുന്ന ആൾക്കാർ. രണ്ടുപേരുടെ മുന്നിൽ വെച്ച് അവൻ ചെയ്ത് നന്നായി എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം വേറെ അടുത്ത് ആർക്കും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എന്തായാലും അത് കേൾക്കാൻ വേണ്ടി, അത് കേട്ടിട്ട് സൂഹിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്തായാലും ചോദിച്ചതും പറഞ്ഞതും. കാരണം ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ എന്താ പറയുന്നത്, ഇല്ലാവചനം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ടെൻഡറായെന്ന് ചോദിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ചോദിച്ചു. അല്ലാതെ അത് ആരെയും സൂചിപ്പിക്കാൻ വേണ്ടി, ആരുടെയും പ്രീതി കിട്ടാൻ വേണ്ടി ഒന്നുമല്ല ഞാനത് ചോദിച്ചത്. എനിക്കത് ചോദിക്കണമെന്ന് തോന്നി ചോദിച്ചു. കാരണം ഞാൻ എൻ്റെ നട്ടെല്ലാം ആർക്കും പണയം വെച്ചിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞാൻ പണയം വെച്ചിട്ടില്ല. അപ്പം എനിക്ക് വേറെ അജണ്ട ഉണ്ടെന്നൊക്കെ നാട്ടിൽ കൂടെ പറഞ്ഞ് കുറേ പേര് നടക്കുന്നുണ്ട്. എൻ്റെ അജണ്ട ഈ നാട് നന്നാകുക, അല്ലെങ്കിൽ റോഡ് നന്നാകുക എന്നൊക്കെ ഉള്ളായിരുന്നു എൻ്റെ അജണ്ട. അല്ലാണ്ട് നിങ്ങളെപ്പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വളർത്തുക എന്നുള്ള അജണ്ട ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്തായാലും റോഡിൻ്റെ കാര്യത്തിനും വേസ്റ്റിൻ്റെ കാര്യത്തിനും ഒന്നും ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ആരും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് പറയണ്ട. കാരണം റോഡ് നന്നാക്കേണ്ടതും ഈ വേസ്റ്റ് മാറ്റേണ്ടതൊക്കെ എൻ്റെ ഉത്തരവാദിത്തത്തിൽ, അല്ലെങ്കിൽ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഉത്തരവാദിത്തമില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ പഞ്ചായത്തിൽ മെമ്പർമാരെയൊക്കെ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളത്. അവരോടൊക്കെയാണ് നിങ്ങൾ പറയേണ്ടതും ചോദിക്കേണ്ടതൊക്കെ. അത് ചോദിക്കുക, അവർ ചെയ്തു തരുവാണെങ്കിൽ അനുഭവിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ കിടന്ന് അനുഭവിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വിട്ടുപോകുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എനിക്കതിനകത്തൊന്നും യാതൊരുവിധ കമൻസും ഇല്ല. അപ്പോൾ എന്തായാലും ഇത്ര നാളും വീഡിയോസൊക്കെ കാണുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.